ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം ഇന്നലെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. സംഭവം വേറെ ഒന്നല്ല കേട്ടോ. എൻ്റെ മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു കഴിഞ്ഞ 2 വീഡിയോയിൽ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ശ്രദ്ധിച്ചാണ്. നമ്മളൊരു റോട്ട് വൈലറിനെ നമ്മൾ എൻ്റെ അല്ല, എൻ്റെ ബ്രദറിൻ്റെ ആണ്. അപ്പോൾ മൂപ്പര് ഇവിടെ ഇല്ല, മൂപ്പര് എബ്രോഡാണ്. സോ മൂപ്പർക്ക് വേണം, അത്രയും ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ മോളെ പോലെയാണ് ഞാൻ അവളെ നോക്കിയിരുന്നത്. അപ്പോൾ മൂപ്പര് ഇന്നലെ നമ്മൾ വിട്ടു പോയി. അത് വളരെ വൈകിയാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞത് തന്നെ. കാരണം 2 ദിവസം മുന്നേ കുഞ്ഞിന് വയ്യാണ്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡോക്ടറെ കാണിച്ചു, കാര്യങ്ങളൊക്കെ ആക്കി. നമ്മൾ അന്ന് കാറ്റിനെ കൊണ്ടുപോകുന്ന ദിവസം തന്നെ അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വയറ്റിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പോൾ ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. കുറച്ച് വേമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാവും. ഇങ്ങനത്തെ നമ്മളെ ഒരാളെ പറ്റി പറയുമ്പോൾ മഴയോ അതുപോലെ കാറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളൊരു അങ്ങനൊരു പറയണ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ മോളായിരിക്കാം, വാട്ടവർ. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ കുഞ്ഞിനെ നമ്മൾ അന്ന് കാണിച്ചു. വേറെ ആന്റിബയോട്ടിക്സ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നലെ നമ്മളൊരു റെസ്ക്യൂ, ഇന്നലെ എല്ലാവരും കണ്ടതാണ് നമ്മുടെ ഈ ഒരു പുതിയ കുഞ്ഞിനെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ കുഞ്ഞിനെ എടുക്കാനായിട്ട് എറണാകുളം പോയേക്കായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇന്നലെ ജോണിനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അവസ്ഥ. രാവിലെയൊക്കെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും കുഞ്ഞാകെ തളർന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ക്ഷീണാവും ചെയ്തു. അതുപോലെ തന്നെ മോഷനിൽ കളറ് മാറി തുടങ്ങി, സ്മെല്ല് വന്നു തുടങ്ങി. അപ്പോൾ പാറുവിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തു വന്നു തുടങ്ങി. നമ്മൾ എന്നിട്ട് ഡോക്ടറെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ വേഗം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമില്ല എന്ന് വെച്ചാൽ കുഞ്ഞ് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകുന്നു പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിക്ക് പേടിയായി. കാരണം നമ്മളൊരു തവണ ഈ ഒരു സിറ്റുവേഷനോടെ കടന്നു പോയതാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗോപു, പാപ്പു അല്ല, അപ്പൂസ്, ടെഡി, പിന്നെ നമ്മുടെ നന്ദുട്ടി, ഇവർ 4 പേരും ഈ സിറ്റുവേഷനോടെ കടന്നു പോയിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളെല്ലാം വാക്സിനേറ്റഡ് ആക്കി കാര്യങ്ങളാക്കി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വൈറസ് ഇവിടെ ഹിഡൻ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. കാരണം ഇവിടുത്തെ ഡോക്ടർസ് ഉള്ള കാരണം കൊണ്ട് ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ ശരിക്കും ബ്ലീച്ച് ചെയ്ത് നമ്മൾ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് അഡ്വൈസ് ചെയ്തതാണ്, ഇപ്പം എടുക്കരുത്, 2-3 മാസത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യണമെന്ന്. പക്ഷേ നമ്മളെ ഭയങ്കരമായിട്ട് ആൾക്കാർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇന്നുകൊണ്ട് റെസ്ക്യൂ എടുക്കുന്നില്ല. നമ്മൾ അവരോട് പറഞ്ഞാണ്, ഇവിടെ പാർവോ വൈറസ് വന്ന് പോയേ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മക്കളെ അവസാനിക്കുന്നത് നമ്മളെ കണ്ണിൽ തന്നെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ ആൾക്കാർ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ മക്കളും ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. കുറെ റെസ്ക്യൂ നമ്മൾ എടുത്തതും ഈവൺ ഈ കുഞ്ഞിനെ പോലും. കാരണം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി തുടങ്ങി, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ കുഞ്ഞ് എന്താ പറയുക, നമ്മൾ ഇന്നലെ ഡോക്ടറെ വിളിച്ചു. നമ്മൾ രാത്രിയായപ്പോൾ കുറച്ചും കൂടെ സിവിയർ ആയി തുടങ്ങി. കുഞ്ഞാകെ തളർന്ന് മോണ ഭാഗത്തൊക്കെ വെളുത്ത കളറായി തുടങ്ങി, ബ്ലഡൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് ആകെ എൻ്റെ വിശ്വാസം പോയി തുടങ്ങി, ആ ഒരു ഹോപ്പ് പോയി തുടങ്ങി. ഞങ്ങൾ എന്നിട്ട് നേരെ ഞാൻ എറണാകുളത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ്, ലൈഫ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. കുഞ്ഞിനെ ചെറിയൊരു കൊട്ടയിലൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി കൊണ്ടുപോകാൻ ഉള്ള തയ്യാറെടുപ്പാക്കി. നമ്മുടെ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൽ, കടവന്തറയുള്ള പാലാരിവട്ട അവിടെയുള്ള കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, എല്ലാ അപ്പോയിൻമെന്റ് എടുത്തു. 2 മണിക്കൂറിനൊക്കെ അവിടെ എത്തിച്ചേർന്ന മതി എന്ന് പറഞ്ഞു. അവിടെ എത്താറാവുന്നതിനും അവിടെ എത്തിയില്ല. നമ്മൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ആകുമ്പോഴേക്കും കുഞ്ഞിനെ ശരിക്കും ഞാൻ സ്റ്റിയറിംഗ് ഒരു കയ്യിലും, ഒരു കൈ എൻ്റെ ഇപ്പുറത്തെ കൈ കുഞ്ഞിന്റെ മേലെയായിരുന്നു. കുഞ്ഞിന്റെ അവസാന ശ്വാസം പോകുന്നത് എൻ്റെ കയ്യിൽ കറക്റ്റ് ഇതായി. അത് എനിക്കാകെ എൻ്റെ മാനസികാവസ്ഥ വളരെയധികം ഇതായിപ്പോയി. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കണ്ടു നിന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ടോട്ടലി ബ്ലാങ്ക് ആയിപ്പോയി. അപ്പൊ അത് കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനതാ പറഞ്ഞു, ഞാൻ ഒരിക്കലും വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തുള്ള മക്കളെ നിങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ തൊട്ടതിന് ശേഷം സാനിറ്റൈസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം ഇപ്പൊ ചൂട് സമയമാണ്, നല്ല രീതിക്ക് പാർവോ വൈറസ് സ്പ്രെഡ് ആവുന്ന സമയം കൂടി. വാക്സിനേറ്റഡ് ആണെങ്കിൽ കൂടി നമുക്ക് ഒരു തടസ്സം എന്നേ ഉള്ളൂ, വരാതിരിക്കാൻ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ പാർവോ വൈറസിലൂടെ നമ്മളെ വിട്ടു പോയിട്ടുള്ള അനേകം മക്കൾ നമ്മൾ ഈ വീഡിയോസ് കാണുന്നവർക്കുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും
ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് വരാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതിനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു. ഞാൻ എന്തായാലും നാളെ നമ്മുടെ വിശേഷങ്ങളായിട്ട് വരാം. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ വന്നത്. നാളെ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ പോവാണ് വാക്സിനേഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ 39 മക്കളാണ് ഇപ്പം നിലവിലുള്ളത്. 39 വാക്സിൻ നമ്മൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഒന്നിന്ന് തുടങ്ങാൻ പോവാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം നാളെ ഞങ്ങൾ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ നാളെ കാണാം.